ലോകം മുഴുവൻ ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത രാജ്യമാണ് ചൈന. ഏഷ്യയിൽ തന്നെ ചുറ്റും കിടക്കുന്ന ഒട്ടുമുക്കാൽ രാജ്യങ്ങളും ചൈനയുടെ ശത്രുക്കളാണ്. അതും തരം കിട്ടിയാൽ അടികൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന രാജ്യങ്ങൾ. അവിടെയാണ് ഇന്ത്യ തിളങ്ങി നിൽക്കുന്നത്. പണ്ട് ആയുധങ്ങൾക്കായി വൻകിട രാഷ്ട്രങ്ങളെയാണ് ഓരോരുത്തരും ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്നവർ ഇന്ത്യക്ക് പിന്നാലെയാണ്. ഈ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരിപാടിയുടെ ഭാഗമാകാനുള്ള ഒരുക്കത്തിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. വിദേശ നേതാക്കൾ ഇന്ത്യയുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത് പതിവ് കാഴ്ചയാണെങ്കിലും സുബിയോയുടെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുകയാണ് ഈ വരവിന്റെ ഉദ്ദേശമെന്നാണ് വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാറിൽ അന്തിമ ധാരണയായാൽ അടുത്ത വർഷം തന്നെ മിസൈലുകൾ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് കൈമാറും. നേരത്തെ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മിസൈൽ ഇന്ത്യയുടെ പക്കൽ നിന്നും വാങ്ങിയിരുന്നു. ഇപ്പോഴും മിസൈലുകൾക്കായി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുമുണ്ട്. ബ്രഹ്മോസിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് നിരവധി ആവശ്യക്കാരാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. കരുത്ത് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലുകളെ വേറിട്ടതാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈലിന്റെ വേഗത. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും. ശത്രുവിനെ ഞൊടിയിടയിൽ ഭസ്മമാക്കാനും. തൊടുത്തതിനു ശേഷവും പാത മാറ്റാമെന്നത് ബ്രഹ്മോസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതുവഴി ശത്രുവിന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾക്ക് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെയും ഇല്ലാതാക്കാൻ കഴിയും. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ രൂപപ്പെടുത്തിയത്. ഇന്ത്യയുടെ ബ്രഹ്മപുത്രയിൽ നിന്നും റഷ്യയുടെ മോസ്കോയിൽ നിന്നുമാണ് ബ്രഹ്മോസ് എന്ന പേര് ഉടലെടുത്തത്. 2001-ലായിരുന്നു ബ്രഹ്മോസിന്റെ പരീക്ഷണം രാജ്യത്ത് ആദ്യമായി നടന്നത്.